സി പി എമ്മിന്റെ പൊസിഷനിലായ്മ വ്യക്തമാകുന്നതാണ്. രാഹുൽ ആകെ നിങ്ങൾക്ക് വീണ്ടും ഒരു വളരെ ലൗഡായിട്ട് ശബരിമല വിഷയം സംസാരിക്കുകയും പ്രൊട്ടസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ട ഒരു സന്ദർഭം രൂപപ്പെട്ടു വരികയാണെന്ന് കാണുന്നുണ്ടോ, അതോ ലെറ്റ്സ് വെയിറ്റ് എന്നാണോ? അല്ല, രണ്ട് കാര്യങ്ങളാണ് നിഷാദ്. അന്ന് ചാൻസ് കുറവാണ്, പക്ഷെ ഉണ്ടെങ്കിൽ ഞങ്ങൾ പോരാട്ടത്തിനിറങ്ങാൻ ഒരു മടിയില്ല. കാര്യം കൂടെ ആരും ഇല്ലാതിരുന്ന സമയത്തും അയ്യപ്പ വിശ്വാസികൾ പോരാട്ടത്തിന് ഇറങ്ങിയതാണ്. ഒരു പാർട്ടിയും സപ്പോർട്ട് ചെയ്യാനില്ലാത്ത അവസരത്തിൽ, മറുഭാഗത്ത് മുഖ്യമന്ത്രിയും 10,000 പോലീസുകാരും നിൽക്കുന്ന അവസരത്തിൽ, മറുഭാഗത്ത് സുപ്രീം കോടതിയുടെ 5 അംഗ ബെഞ്ചുള്ള സമയത്ത് മുഖ്യമന്ത്രി അടക്കം നിലപാട് കടുപ്പിച്ചപ്പോഴും ഈ നാട്ടിലെ അയ്യപ്പ വിശ്വാസികൾ ശക്തമായി പോരാടിയതിന്റെ കാരണം സത്യം ഞങ്ങളുടെ ഭാഗത്താണ്, അയ്യപ്പൻ ഞങ്ങളെ രക്ഷിക്കുമെന്ന് പറഞ്ഞാണ്. ഇവിടെ സംസാരിച്ചവരെല്ലാം വലിയ പാണ്ഡിത്യവും എന്നെക്കാട്ടി സീനിയർ ആയിട്ടുള്ളവരാണ്. അവർ പറഞ്ഞ എല്ലാ അഭിപ്രായത്തെയും മാനിക്കുന്നു. ഞാൻ കുറച്ചുകൂടെ സാധാരണക്കാരനാണ്. സിമ്പിളായിട്ട് പറയാം, ശബരിമല യുവതികൾ കയറില്ല. ആരെന്ത് തീരുമാനിച്ചാലും ശബരിമല യുവതികൾ കയറില്ല. കാര്യം അത് അയ്യപ്പന്റെ തീരുമാനമാണ്. ആ അയ്യപ്പന്റെ തീരുമാനം മാറ്റാൻ പോണില്ല. CPM നിലപാട് മാറ്റി അവർക്ക് കൊള്ളാം. CPM നിലപാട് മാറ്റണമെന്നുള്ളതാണ് അഭ്യർത്ഥന, വേറൊന്നും കൊണ്ടല്ല. കേരളത്തിലെ ഭരിക്കുന്ന പാർട്ടിയാണ്, ആരോടും യുദ്ധം ചെയ്യാൻ നിൽക്കാനില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെയും നല്ല ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കുമ്മനം ചേട്ടൻ അന്ന് ഗവർണറായിരുന്നു, പക്ഷേ കുമ്മനം ചേട്ടൻ വളരെ അനുഭാവത്തോടാണ് ചെയ്തത്. അങ്ങനെ വലിയൊരു പദവി ഇരുന്നിട്ട് പോലും ശ്രീ സുരേഷ് ഗോപി അടക്കം, അല്ലെങ്കിൽ പ്രയാർ ഗോപാലൻ സാർ കോൺഗ്രസിലെ ആളാണ്, അല്ലെങ്കിൽ അന്ന് പത്മകുമാർ സാർ അടക്കം, ഇന്ന് അദ്ദേഹം മറ്റൊരു കേസിൽ പെട്ട് കിടന്നെങ്കിലും പത്മകുമാർ സാർ അടക്കം അനുഭാവപൂർണ്ണമായ നിലപാടാണ് അന്ന് എടുത്തത്. ഇനി 2 പോലീസുകാരടക്കം ഞങ്ങളെ വളരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ശ്രീ നിഷാദിന്റെ ഒക്കെ വ്യക്തിപരമായ പൊസിഷൻ എനിക്ക് അറിയാവുന്നതുകൊണ്ട് പറയുക, കേരളത്തിലെ പോലീസുകാരടക്കം പലതും ഞങ്ങൾക്ക് അറിയിച്ചു തന്ന കേരളത്തിലെ പോലീസുകാരാ. ഇല്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെ അറിയാനാ മനതി സംഘം അടക്കം എത്താൻ? കാര്യം ഈ നാട്ടിലെ പോലീസുകാരും സാധാരണ ജനങ്ങളും വിശ്വാസ സമ്പ്രദായം എല്ലാം നിന്നു. ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. സാക്ഷാൽ ജസ്റ്റിസ് നരിമാൻ, ഈ വിധിയുടെ ഭാഗമായിരുന്ന നരിമാൻ, സുപ്രീം കോടതിയിൽ സർക്കാരിന്റെ അഡ്വക്കേറ്റിനെ വിളിച്ച് പൊരിച്ചു. എന്താ ഞങ്ങളുടെ വിധിന്യായം നടപ്പാക്കാത്തതെന്ന്. നമ്മുടെ അഡ്വക്കേറ്റ് പുള്ളി ചീത്ത വിളിച്ചെല്ലാം നിന്ന് കേട്ടിട്ട് ഞങ്ങൾ നോക്കാന്ന് പറഞ്ഞിട്ട് വന്നു. അനീതിയാണ് ശബരിമലയോട് ചെയ്തത്. ആ അനീതിക്കെതിരെയുള്ള പോരാട്ടമാണ് നമ്മൾ നയിച്ചത്. ആദ്യം ആരും ജയിക്കുമെന്ന് വിചാരിച്ചില്ല, നമ്മൾ ജയചന്ദ്രൻ, ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഈ